ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു നേറ്റീവ് ഡെസ്ക്ടോപ്പ് മോഡ് കൊണ്ടുവരണമെന്നത് ഉപയോക്താക്കളുടെ ദീർഘകാലമായുള്ള ആവശ്യമായിരുന്നു. ഇതിന്റെ ഭാഗമായി 2026 മാർച്ച് മാസത്തിലെ പിക്സൽ ഡ്രോപ്പ് അപ്ഡേറ്റിലൂടെ ഗൂഗിൾ ഈ സംവിധാനം ഔദ്യോഗികമായി പുറത്തിറക്കി. പിക്സൽ 9 പ്രോ XL സ്മാർട്ട്ഫോണിൽ ഈ ഫീച്ചർ ഉപയോഗിച്ചുള്ള വിശദമായ പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഡെസ്ക്ടോപ്പ് മോഡ് ആദ്യമായി പ്രവർത്തനസജ്ജമാക്കുമ്പോൾ ലഭിക്കുന്ന ലളിതമായ ഇന്റർഫേസ് മികച്ചതാണെങ്കിലും അത്യാവശ്യമായ പല ഫീച്ചറുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് വലിയൊരു കുറവാണ്. വർക്ക്സ്പേസിൽ ആപ്പുകളോ വിഡ്ജറ്റുകളോ ഫയൽ ഷോർട്ട്കട്ടുകളോ പിൻ ചെയ്യാൻ സാധിക്കാത്തത് ഉൽപ്പാദനക്ഷമതയെ ബാധിക്കുന്നു. സാധാരണ കമ്പ്യൂട്ടറുകളിൽ കണ്ടുവരുന്ന സൗകര്യങ്ങൾ ലഭിക്കാത്തത് ഉപയോക്താക്കളെ നിരാശരാക്കുന്നുണ്ട്. ഡെസ്ക്ടോപ്പ് മോഡിലെ ക്വിക്ക് സെറ്റിംഗ്സ്, നോട്ടിഫിക്കേഷൻ പാനലുകൾ എന്നിവയുടെ വലുപ്പം അമിതമാണെന്ന് നിരീക്ഷിക്കപ്പെടുന്നു. എക്സ്റ്റേണൽ മോണിറ്ററുകളിൽ ഇവ സ്ക്രീനിന്റെ വലിയൊരു ഭാഗം കൈയടക്കി വെക്കുന്നു. കൂടാതെ പല ആപ്പുകളും വലിയ സ്ക്രീനുകളിൽ ഉപയോഗിക്കുമ്പോൾ അവയുടെ കൃത്യമായ അനുപാതം പാലിക്കപ്പെടുന്നില്ല. കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ വലിയ പരിമിതികളാണ് നിലവിലുള്ളത്. ഫോൺ എക്സ്റ്റേണൽ മോണിറ്ററുമായി ബന്ധിപ്പിക്കുമ്പോൾ ഫോണിന്റെ സ്ക്രീൻ എപ്പോഴും ഓൺ ആയിരിക്കണം. ഫോൺ ലോക്ക് ചെയ്താൽ ഡെസ്ക്ടോപ്പ് മോഡും ലോക്ക് ആകുന്നു എന്നത് ഒരു വലിയ അസൗകര്യമാണ്. കൂടാതെ വയർലെസ് കാസ്റ്റിംഗ് സൗകര്യമില്ലാത്തതും വലിയ തിരിച്ചടിയാണ്. 2026 വയർഡ് കണക്ടിവിറ്റിയെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്നത് ഉപയോക്താക്കൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു.